ബട്ട് ഇതിൽ ഞാൻ നോക്കിയിട്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇൻ്റലക്ച്വലായിട്ട് പെരുമാറി. രാഹുൽ ഗാന്ധിയുടെ വോട്ടാണ് ഈ CJP കൊണ്ടുപോകാൻ പോകുന്നത്. നാളെ അവരൊരു പാർട്ടി ആകുകയാണെങ്കിൽ വോട്ട് ആരുടെ വോട്ടാണ് അവർ കട്ട് ചെയ്യാൻ പോകുന്നത്? മോദിയുടെ വോട്ടല്ല, ആൻറ്റി മോദി വോട്ടാണ്. ബേസിക്കലി കോൺഗ്രസിൻ്റെ വോട്ടാണ്. ഇതുപോലെ പണ്ട് അണ്ണാ ഹസാരെ വെച്ചിട്ട് അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായി. ഡാമേജ് ആർക്കാ? കോൺഗ്രസ്സിനാണ്. പിന്നെ കോൺഗ്രസ് ഡൽഹിയിൽ അധികാരത്തിൽ വന്നില്ല. അരവിന്ദ് കെജ്രിവാൾ 2 ടേമും പിന്നെ കുറച്ചും അധികാരത്തിൽ വന്നു. BJP അത്രയും കാലം മാറി നിന്നെങ്കിലും BJPക്ക് ഒരു ക്ഷീണമെന്ന് പറയാം. കാരണം അതിനു മുമ്പ് 15 വർഷം ഇവർ ഷീലാ ദീക്ഷിത് ഭരിക്കുമ്പോഴും BJP പുറത്തായിരുന്നു. BJP ഇപ്പോൾ ഭരണത്തിൽ വന്നു. കോൺഗ്രസ് ശുദ്ധശൂന്യമായി പോയി ഡൽഹിയിൽ. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധിക്ക് നന്നായിട്ടറിയാം. മാത്രമല്ല ഈ പിള്ളേർ കെജ്രിവാളിൻ്റെ ആൾക്കാരാണ് ഇവർ. നേരത്തെ പുള്ളിയുടെ IT സെല്ലിലും മീഡിയ സെല്ലിലും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് വേഷം മാറി CJP എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇനി വരാൻ പോകുന്നത് പഞ്ചാബ് തിരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ്സിന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് പഞ്ചാബിലാണ്. ഇവരുടെ കൂടെ കൂടിയാൽ നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ എന്ന് രാഹുൽ ഗാന്ധിക്കറിയാം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ പോയില്ല, ജന്തർ മന്ദിറിൽ പോയേയില്ല. പകരം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ കുത്തിയിരിക്കുക, ഒരു ബസ്സുമെടുത്ത് എങ്ങോട്ടെന്നില്ലാതെ പോകുക, അത് ഗാന്ധി സ്മൃതി മണ്ഡപത്തിലോ സംവേർ അവിടെ പോയി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതുമായിട്ട് അലൈൻ ചെയ്യാതെ കോൺഗ്രസ്സിനെ പുള്ളി കൊണ്ടുപോയി. അലൈൻ ചെയ്തിരുന്നെങ്കിൽ അത് വലിയൊരു മണ്ടത്തരമായിട്ട് മാറിയനെ. ഒരുപക്ഷെ ഇതിൻ്റെ നേതൃത്വം രാഹുൽ ഗാന്ധിക്ക് കിട്ടും എന്നൊക്കെ ആരെങ്കിലും മോഹിക്കുകയോ ഉപദേശിക്കുകയോ ഒക്കെ ചെയ്ത് കാണും. പക്ഷെ അങ്ങനെയല്ല, ആ നേതൃത്വം അങ്ങനെ കിട്ടില്ല. അവരുടെ കൂടെ രാഹുൽ ഗാന്ധി ജോയിൻ ചെയ്താൽ അവരെക്കാൾ ചെറുതായി പോകും. രാഹുൽ ഗാന്ധി പറയുന്നത് അവർ കേൾക്കുന്ന അവസ്ഥ വരില്ല. അവർ പറയുന്നത് രാഹുൽ ഗാന്ധി കേൾക്കുകയും അവരുടെ കാൽച്ചുവട്ടിൽ ചമ്രം പടിഞ്ഞിരിക്കുകയൊക്കെ ചെയ്യേണ്ട ഗതികേട് വരും. അത് നമ്മുടെ MA ബേബി, പിന്നെ വൃന്ദ കാരാട്ട്, ഇവരൊക്കെ പോയിട്ട് ആ സോനം വാങ്ചുക്കിൻ്റെ കാൽക്കലിരിക്കുന്ന ഫോട്ടോ വന്നിരുന്നു, ചമ്രം പടിഞ്ഞിരിക്കുന്ന ഫോട്ടോ. ആ അവസ്ഥയായി പോയെന്നെ രാഹുൽ ഗാന്ധിക്ക്. ഇടയ്ക്കൊക്കെ ഭാരത് മാതാ കി ജയ് വിളിക്കാൻ വേണ്ടി വന്നു. വൈ വാസ് ഇറ്റ് സോ? ഞാനത് ശ്രദ്ധിച്ചു. ജനഗണമന ചൊല്ലുന്നു, ദേശീയ പതാക വീശുന്നു. അതെ, അതിനർത്ഥം ഞങ്ങളെ രാജ്യദ്രോഹി എന്ന് വിളിക്കല്ലേ ചേട്ടാ, ഞങ്ങളാണ്. പക്ഷേ ഇത് കണ്ടില്ലേ ദേശീയ പതാക, അതിനു വേണ്ടി നമ്പർ ഇറക്കുന്നതാണ്.